ഒരു പേഴ്സണൽ ലൈഫ് കോച്ച് എന്ന നിലയിൽ എന്നെ അപ്രോച്ച് ചെയ്യുന്ന പല ക്ലയൻസും ആദ്യം പറയുന്ന വാക്കാണ് ട്രസ്റ്റ്. അവർക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയണം, ഞാൻ ആ ട്രസ്റ്റ് നിലനിർത്തണം എന്നുള്ളത്. ശരിക്കും ഇത് പറയുന്ന കോമൺ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർ ലൈഫിൽ ഓൾറെഡി സക്സസ് ആണ്. അവർ ഈ തൊടുന്നതെല്ലാം പൊന്നാണെന്ന് പറയുന്ന പോലെ അവർ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്ത് അതെല്ലാം സക്സസ് ആയി. ഇനി അവർക്ക് ചെയ്യാൻ ഒന്നുമില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു മടുപ്പോ ലൈഫിനോടുള്ള ആ ഒരു കിക്ക് നഷ്ടപ്പെടുമ്പോഴോ ഒക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കോച്ചിനെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഇവരെ ഓൾറെഡി ആളുകൾ റോൾ മോഡലാക്കി അത്രയും സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അവരെന്തോ കാര്യത്തിന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത എന്തോ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മറ്റുള്ളവർ അറിയുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവര് നമ്മളിൽ നിന്ന് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ട്രസ്റ്റ് ആണ്. അതൊരു സംസാരം അല്ലെങ്കിൽ അത് മറ്റൊരാളോട് പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കോച്ചിന് ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. അവരെപ്പോഴും നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അവിടെയുള്ള ഗ്രോത്ത്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. അവിടെ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു കോച്ചിന് വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കാനോ അങ്ങനെ തോട്ട് മനസ്സിൽ പോലും വരുമെന്ന് എനിക്ക് വരാറില്ല കേട്ടോ. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. അപ്പോൾ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ വരുന്നില്ല. ഞാൻ കോമൺ ആയിട്ട് കേട്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് പറയാം. ഇനിയിപ്പോൾ എന്നെ ആർക്കെങ്കിലും അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഇവിടെ അങ്ങനൊരു കാര്യമേ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നിങ്ങളുടെ ഗ്രോത്ത് ആണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ മാറ്റങ്ങൾ, നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ മാറ്റങ്ങൾ അത്രയുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.